പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹൗ ടു പ്രിപ്പയർ എക്സാം വിത്തിൻ എ ഷോർട്ട് ടൈം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു സമയം കൊണ്ട് എങ്ങനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്കിപ്പോ ഫെബ്രുവരി പകുതിയായി, ഇനി ഒരു മാസമേ ഉള്ളൂ, എക്സാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ കുറെ കുട്ടികൾ എങ്ങനെയായിരിക്കും, ഇതുവരെ സീരിയസ് ആയിട്ട് പഠനത്തെ സമീപിച്ചിട്ടുണ്ടായിരിക്കില്ല, അവസാനത്തേക്ക് നീക്കിവെച്ച ആളുകൾ ഉണ്ടാവും. പിന്നെ ചില ആളുകളാണെങ്കിൽ നേരെ തിരിച്ച് എപ്പോഴും ഒരു പരാതിയായിരിക്കും, ഞാൻ ഒരുപാട് വർക്ക് ചെയ്തതാണ് പക്ഷേ എനിക്ക് അതിനനുസരിച്ച് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്റെ അത്രത്തോളം വർക്ക് ചെയ്യാത്തവർക്ക് പോലും എന്നേക്കാൾ മാർക്ക് കിട്ടി. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കുറച്ച് സ്മാർട്ട് ടിപ്സുകൾ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഇതുവരെ തയ്യാറാകാത്തവർക്കും അതുപോലെ ഇനി നമ്മൾ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രീതികളിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ചെറിയ ഡ്യൂറേഷനിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോ 1 മന്ത് എന്നുള്ള ഒരു ടാർഗറ്റ് ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. ഈ 1 മന്ത് എന്നുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ടൈമിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, നമ്മൾ എങ്ങനെ നമ്മുടെ സ്റ്റഡീസിനെ പ്ലാൻ ചെയ്യുന്നു, ഇത് രണ്ടുമാണ് എക്സാം ഹാളില് നിങ്ങളുടെ പെർഫോമൻസിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ. അതിലാർക്കും സംശയമില്ലല്ലോ. അപ്പൊ ആ 2 കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. കൃത്യമായ ഒരു ധാരണ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കണം, എത്രത്തോളം സമയം ഇനി നമുക്ക് ലഭ്യമാണ് എന്നുള്ളത്. അപ്പോ അതിനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ്, ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും എന്തൊരു കാര്യത്തിനും നമുക്ക് കൃത്യമായ പ്ലാനിങ് വേണം. അപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പോക്ക്. സോ ഒരു സ്റ്റഡി പ്ലാൻ അത്യാവശ്യമാണ്. ആ സ്റ്റഡി പ്ലാൻ അതിനും നിങ്ങൾക്ക് തയ്യാറാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ആദ്യം ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 30 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എങ്കിൽ ആ 30 ഡേയ്സിനെ നിങ്ങൾക്ക് ഒരു കാലണ്ടർ ഉപയോഗിക്കാം. ആ ഒരു 30 ഡേയ്സിനെ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റുകളാണ് എക്സാം ഉള്ളത് അത്രയും ആ സബ്ജക്റ്റുകളുടെ എണ്ണം കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യൂ. എക്സാമ്പിൾ ഹയർ സെക്കൻഡറി കുട്ടികളാണെങ്കിൽ അവർക്ക് 6 സബ്ജക്ട്സുകളാണുള്ളത്. സോ 30നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി ദിവസം 5 ആണ്. എന്നാൽ SSLC കുട്ടികളാണെങ്കിൽ അവർക്ക് 10 സബ്ജക്റ്റുകളാണുള്ളതെങ്കിൽ 3 ദിവസമാണ് ഒരു സബ്ജക്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറയുന്നു. ഈ പറഞ്ഞ ഡിവിഷൻ കൂടുതൽ നന്നായിരിക്കുക. ഇപ്പൊ 6 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഈസി ഏതാണ്, ഏറ്റവും ടഫ് ഏതാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, അങ്ങനെ ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പറയും എല്ലാതും എനിക്ക് ഓൾമോസ്റ്റ് സെയിം ഒരുപോലെയാണ്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ അവൈലബിൾ ആയ ദിവസങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ ടോട്ടൽ സബ്ജക്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നന്നായിരിക്കുക. ഇനി വേറെ കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് ചില സബ്ജക്ട്സ് വളരെ പെട്ടെന്നൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും, എന്നാൽ ചില സബ്ജക്ട് അവർക്ക് കീറാൻ പറ്റും, ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ അവർക്ക് അത് ഒരുപാട് സമയം വേണം അത് പഠിച്ചെടുക്കാൻ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ കൂടുതൽ സമയം വേണം, എനിക്ക് അത് പഠിക്കാൻ 3 ദിവസം പോരാ, 5 ദിവസം പോരാ, എന്നാൽ വേറൊരു സബ്ജക്ട് എനിക്ക് അത്രയും ദിവസം വേണ്ട, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു അവൈലബിൾ ഡേയ്സിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു പ്ലാൻ പറഞ്ഞാലും അത് നമുക്ക് നമ്മുടെ നീഡ് അനുസരിച്ച്, നമ്മുടെ ഒരു കഴിവനുസരിച്ച് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു ടൈം ടേബിൾ തന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യൂ എന്നതിന് പകരം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അവൈലബിൾ ആയ ദിവസങ്ങളെ നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കിയിട്ടായിരിക്കാം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. സപ്പോസ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ഹയർ സെക്കൻഡറി കുട്ടി ഒരു സബ്ജക്റ്റിന് 5 ദിവസമാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇനി ആ 5 ദിവസങ്ങളെ കൂടെ നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ. Day 1, Day 2, Day 3, Day 4, Day 5 എന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇനി ആ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റില് 10 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് എന്ന് കരുതുക. 10 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 ചാപ്റ്റേഴ്സ് ഓരോ ദിവസവും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം.
അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാണ്. കുട്ടികൾ പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണെന്നറിയോ? ഇപ്പോഴേ പഠിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, എക്സാം ആകുമ്പോഴേക്കും ഞാൻ അതൊക്കെ മറന്നു പോകും, സോ എക്സാമിന്റെ തലേന്ന് പഠിക്കുന്നതല്ലേ നല്ലതെന്ന്. എക്സാമിന്റെ തലേന്ന് നമുക്ക് എല്ലാം കവർ ചെയ്യാനുള്ള സമയം കിട്ടുമോ? കിട്ടില്ല. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാം? അവിടെയാണ് നമ്മുടെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. ഇപ്പോ ഡേ 1 നിങ്ങൾ ഇത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ സമയം മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഡേ 1 അത് കവർ ചെയ്തു. ഡേ 2 ബാക്കിയുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. സോ ആ ഡേ 2 ഒരു ചെറിയ ഭാഗം നിങ്ങൾ എന്തിൽ ഉപയോഗപ്പെടുത്തണം? ഡേ 1 പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ പേടിക്കണ്ട, എനിക്ക് ഡേ 2 ടാർഗറ്റ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഡേ 1 ഞാൻ വീണ്ടും കവർ ചെയ്യാൻ പോയാൽ നോ ഡൗട്ട് നിങ്ങൾ ഫസ്റ്റ് ഡേയില് അത് പഠിക്കാൻ എടുത്ത അത്രയും സമയം നിങ്ങൾക്ക് ആവശ്യം വരില്ല. ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ അതിന്റെ ജസ്റ്റ് ഹാഫ് സമയം കൊണ്ട് നിങ്ങൾക്ക് ആ പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. സോ ഡേ 2 കഴിഞ്ഞു, ചെറിയൊരു സമയം നിങ്ങൾക്ക് ഡേ 1 റിവൈസ് ചെയ്യാൻ എടുക്കാം. അതുപോലെ തന്നെ ഡേ 3 എന്ത് ചെയ്യണം? ഡേ 1 2 ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ എന്താ ഗുണം? നിങ്ങൾ ഡേ 5 ആകുമ്പോഴേക്കും ആ ഡേ 1 തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് വന്നിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്നുള്ളത്. അത് മറക്കാതെ ഇരിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടിപ്പായിട്ട് ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് നിങ്ങൾക്ക് യാതൊരു സംശയമില്ല, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഗ്രേറ്റ്. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ വർഷം പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് ഉണ്ടാവും, ഞങ്ങളിപ്പോ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് എന്താ കാര്യം, ഞങ്ങളുടെ കുറെ ഏരിയാസ് ഒന്നും അതിലില്ലല്ലോ. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫോക്കസ് ഏരിയ ആണെങ്കിൽ അതിൽ നിന്ന് വരുന്നിട്ടുള്ള മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിക്കൂടെ? തീർച്ചയായിട്ടും. അപ്പോ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്ക് അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിങ്ങനെ കവർ ചെയ്താലുള്ള ഗുണം എന്താണ്? ഓരോ ചാപ്റ്റേഴ്സിലെയും മെയിൻ കോൺസെപ്റ്റ് ഏതൊക്കെയാണ്, ഇവിടെ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്, കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് കിട്ടാൻ തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല. അത് നിങ്ങൾക്കിപ്പോ ഡേ 1 ഫുൾ ടൈം നമ്മൾ ഇരുന്ന് പഠിക്കൊന്നുമില്ലല്ലോ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ഉച്ച സമയത്ത് എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അല്ലെ. ചില ഏരിയയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, അത് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്സ് ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ ക്വസ്റ്റ്യന്റെ പാറ്റേണും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് അതാരും മിസ് ചെയ്യരുത്. ഓക്കെ. നമ്മുടെ അടുത്തൊരു ടിപ്പാണ് പ്രിയോറിറ്റൈസേഷൻ. പ്രിയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാധാന്യം. ഇപ്പൊ പഠിത്തമല്ല, വേറൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോഴേക്കും എനിക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്തു, ചെയ്യാൻ ലിസ്റ്റുകൾ 1 2 3 4 5 6 അങ്ങനെ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കാം ഏതിപ്പോ ഞാൻ ആദ്യം തുടങ്ങും എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുക? പ്രിയോറിറ്റൈസേഷൻ. ഏത് കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും അർജന്റ് ആയിട്ട് ചെയ്യേണ്ടത്, അത് ചെയ്യാൻ പറയും അല്ലെ. ഇത് ടൈം മാനേജ്മെന്റിന് ഒരു ഇഫക്റ്റീവായ ടൂളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ സപ്പോസ് നിങ്ങൾ ഒരു സബ്ജക്ട് എടുത്തു, ആ ഒരു സബ്ജക്റ്റിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ആ ഒരു ഓർഡറിൽ തന്നെ പൊക്കോളം നിർബന്ധമില്ല അല്ലെ. നമുക്കിപ്പോ എല്ലാ ചാപ്റ്റേഴ്സ് ഒന്നിന്റെ കണ്ടിന്യൂഷൻ ഒന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലെ, ഇന്ന ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ആ ഒരു ചാപ്റ്ററിലെ ഒരു പ്രത്യേക ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിനെ അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സിനെ നമുക്ക് ആദ്യം പഠിച്ചു തീർക്കാം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ്? ഇപ്പൊ സപ്പോസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡേ 1 ഒരു സബ്ജക്ട് എടുത്തു, ആ സബ്ജക്റ്റിന്റെ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആദ്യം തുടങ്ങാൻ വിചാരിക്കാം. ഈ ഫസ്റ്റ് ചാപ്റ്റർ പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ തുടങ്ങിയിട്ടൊക്കെ വായിച്ചിട്ടൊക്കെ ഉള്ള ചാപ്റ്റേഴ്സ് അത് നമ്മൾ വീണ്ടും വായിക്കുന്നു, ഡേ 2 അത് വീണ്ടും റിവൈസ് ചെയ്യുന്നു. എന്നാൽ അതേസമയം 10th ചാപ്റ്റർ, ആ 10th ചാപ്റ്റർ ആണ് ശരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുള്ള കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ 10 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 10th ചാപ്റ്റർ നിങ്ങൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യൂ.
ഫസ്റ്റ് ഡേയിൽ 10th ചാപ്റ്റർ പഠിക്കുന്നു, സെക്കൻഡ് ഡേയില് എന്ത് ചെയ്യുന്നു, ആ 10th ചാപ്റ്റർ നമ്മൾ ചെറിയ രീതിയിൽ വീണ്ടും റിവൈസ് ചെയ്യുന്നു, തേർഡ് ഡേയിലും അതിന്റെ റിവിഷൻ കിട്ടുന്നുണ്ട്. സോ ആ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, ഇമ്പോർട്ടന്റ് ഏരിയാസ്, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ സ്റ്റഡീസ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അതിന് നമുക്ക് ഈ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവിടെയും നമുക്ക് സഹായകരമാണ് അല്ലെ. ഏതാണ് ആ ഇമ്പോർട്ടന്റ് ഏരിയാസ്, ഏതാണ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വളരെയധികം അത് സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ടിപ്പായിട്ട് നാം പറയുന്നത് ആ പ്രിയോറിറ്റൈസേഷൻ ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ടിപ്പ് ഈസ് പോസിറ്റീവ് ഓട്ടോ സജഷൻസ് പറയും, അല്ലെങ്കിൽ പോസിറ്റീവ് അഫോർമേഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണെന്നറിയോ, ചില കുട്ടികൾ പഠിക്കാൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതല്ലെങ്കിൽ പാരന്റ്സിനോട് നിരന്തരം പറയും, അല്ലെങ്കിൽ അവർ സ്വയം പറയും പഠിക്കാനായിട്ട് ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ, ഓ ഈ സബ്ജക്ട് എനിക്ക് ബുദ്ധിമുട്ട്, ഇതൊന്നും എനിക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് എനിക്ക് ഒന്നും എഴുതാൻ കിട്ടാറില്ല, ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഓ എനിക്ക് അതിനുള്ള കഴിവും ബുദ്ധിയൊന്നുമില്ല. അങ്ങനെ ഒരു മെന്റാലിറ്റിയോട് കൂടി, അങ്ങനെ സെൽഫ് സ്റ്റേറ്റ്മെന്റുകളോട് കൂടിയിട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടികളുണ്ട്. അവിടെ എന്താ പ്രശ്നം, നമ്മൾ ആവർത്തിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതന്നെയാണ് കൊടുക്കുന്നത്, നെഗറ്റീവ്സ് 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 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. അതിന് പകരം ഇത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ആണെങ്കിലും ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ, ഐ വിൽ, ആ രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള, ഇത് എക്സാം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് എനിക്കിപ്പോ വായിച്ച് പഠിച്ചിട്ട് പറ്റുന്ന എഴുതി പഠിച്ചാൽ എനിക്ക് ഓർമ്മ നിൽക്കും, എനിക്ക് എക്സാമിന് എഴുതാൻ പറ്റും, ഞാൻ മുൻപ് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയും എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള, അത് പുറത്തുനിന്ന് ഒരാൾ തരുന്നതിനേക്കാട്ടിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ അത് സെൽഫായിട്ട് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ ഓട്ടോ സജഷൻസ് യൂസ് ചെയ്യുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ അതാണ് നമ്മുടെ അടുത്തൊരു ടിപ്പായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, തീർച്ചയായിട്ടും അതിന്റെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഈ പോസിറ്റീവ് ഓട്ടോ സജഷന്റെ കൂടെ തന്നെ ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇപ്പോ നിങ്ങളൊരു ഫസ്റ്റ് ഡേയിലെ ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും ഇത്ര പോർഷൻസ്, സോ നിങ്ങൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു 12 മണിക്ക് അവസാനിപ്പിക്കുന്ന ആ ഒരു 4 hours കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ടാർഗറ്റ്, നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന അത്രയും ഏരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് എപ്പോഴും ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കഴിക്കാനായിട്ട് തീർക്കാൻ വേണ്ടി തീർക്കാന്ന് പറയില്ല, അതല്ല, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഞാൻ ആ 4 hours കൊണ്ട് അത് കവർ ചെയ്തു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ 4 hours എന്ന് ഞാൻ പറഞ്ഞപ്പോ രാവിലെ എനിക്ക് 8 മണിക്ക് ഇരുന്നിട്ട് പിന്നെ 12 മണിക്ക് എണീക്കാൻ പറ്റുന്നു എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, അത് ഞാൻ അതൊരു പോയിന്റ് ആയിട്ട് പറയാം. അപ്പൊ ആ 4 hours കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞുവെങ്കിൽ യു ക്യാൻ ഗിവ് എ സെൽഫ് റിവാർഡ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അനുമോദിക്കാം അല്ലെ, ഒരു ചെറിയ റിവാർഡ്. റിവാർഡ് ഇപ്പൊ എന്തായിരിക്കും, എന്തെങ്കിലും പേനയോ പെൻസിലോ സമ്മാനം കൊടുക്കലാണ്. റിവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് അവിടെ നീക്കി വെക്കാം. 8 to 12 വരെ ഞാൻ പഠിച്ചു, ഇനി എന്റെ നെക്സ്റ്റ് സെഷൻ തുടങ്ങുന്നത് 1:30 ആണെങ്കിൽ ആ ഒരു 12 to 1:30 വരെയുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിനും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനും ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ചിലപ്പോ വീട്ടിലുള്ള ആളുകളോട് സംസാരിച്ചിരിക്കുന്നതാവാം, അതല്ലെങ്കിൽ കുറച്ചു നേരം പാട്ടൊക്കെ കേൾക്കുന്നതാവാം. എന്താണോ നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് അതിനൊരു അരമണിക്കൂർ നിങ്ങൾക്ക് അവിടെ മാറ്റിവെക്കാം. സോ നിങ്ങൾ തന്നെ ആ ഒരു റിവാർഡ് അവിടെ നൽകിയിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സ്റ്റഡി സമയത്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ മറ്റൊന്ന് ഞാൻ പറയാം എങ്ങനെയാണ് എന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് അവേഴ്സ് പഠിക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അത്രത്തോളം ഇഫക്റ്റീവ് അല്ല. സോ നിങ്ങൾ പഠിച്ചു, ഒരു ഏരിയ നിങ്ങൾ എടുത്തിരുന്നു, ആ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞു, ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ആയിരിക്കുന്നു, ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ഏരിയ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ഫ്രഷ് ആവണം നമുക്ക് തോന്നാലോ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് എണീറ്റ് നടക്കുകയോ പിന്നെ കുറച്ച് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കുകയോ, എന്താണോ നിങ്ങൾക്ക് അപ്പൊ ആവശ്യം തോന്നുന്നത്, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ നമുക്ക് എന്താവും, നമ്മൾ ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആവുന്നു, നമ്മളെ സ്റ്റഡി ഏരിയയിൽ നിന്നൊക്കെ ഒന്ന് മാറി പുറത്ത് ആ റൂമിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങി അന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ആളുകളൊക്കെ കണ്ട് വീട്ടുകാരെയൊക്കെ കണ്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് മതി നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ചെറിയ ബ്രേക്കുകള് പഠനത്തിന്റെ ഇടയിൽ അത്യാവശ്യമാണ്. സ്റ്റഡി ബ്രേക്ക്
സ്റ്റഡി, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പഠനം പ്ലാൻ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഇനി ഞാൻ പറയുന്നത് മുൻപ് പലരും, ഞാനും എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, സ്ലീപ്പ്, ഇനഫ് സ്ലീപ്പ്. ആ കാര്യത്തിൽ ഇതുവരെ സുഖമായിട്ട് 12 മണിക്കൂറും 11 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയ ആൾക്കാരുണ്ട്. ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റ് ചാടിയിട്ട് അയ്യോ ഇനി എക്സാം ആവാറോ, ഇനി ഞാൻ ഉറങ്ങുന്നില്ല, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ ആ ഒരു റൂട്ടീനിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുക. 11 മണിക്കൂർ ഉറങ്ങിയിരുന്ന ഒരാൾ 4 മണിക്കൂറിലേക്ക് ഉറക്കം ചുരുക്കുക. അതൊക്കെ നമ്മളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യത്തിന് 6 to 7 hours സ്ലീപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അതുണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് പഠനവും പഠിക്കാനുള്ള കോൺസെൻട്രേഷനും പഠിച്ചത് ഓർത്തെടുക്കാനും എല്ലാം ഉള്ള നമ്മുടെ ആ പഠിച്ച കാര്യങ്ങളെല്ലാം ബ്രെയിനിൽ കൺസോളിഡേഷൻ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ലീപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അതുണ്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് അമിതമായ ടെൻഷൻ വന്നിട്ട് ചില കുട്ടികൾ ഭയങ്കരമായിട്ട് അവർ പഠിച്ചെടുത്ത കാര്യങ്ങൾ പോലും എഴുതാൻ പറ്റാതെയൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ആ സ്ട്രെസ് നമുക്ക് വേണ്ട, നമുക്ക് അതിനെ റിലീസ് ചെയ്യാം, സ്ട്രെസ്, നമുക്ക് ആ സ്ട്രെസ്സിനെ ഒഴിവാക്കി വിടണം. അപ്പോ തീർച്ചയായിട്ടും വൈകുന്നേരം വെയിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരു 4 മണിയോ 4:30 ഒക്കെ ആകുമ്പോ കുറച്ചു നേരം ഗെയിം എന്ന് പറഞ്ഞാൽ ഫോണല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഷട്ടിൽ കളിക്കുക, ഷട്ടിൽ ബാറ്റിൽ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, പിന്നെ കൂട്ടുകാരോടൊപ്പം ഒന്ന് കുറച്ചു നേരം നടക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു എക്സസൈസ് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. സിമിലർലി നിങ്ങൾക്ക് റിലാക്സേഷൻ ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യാം, യോഗ ചെയ്യാം, അതല്ലെങ്കിൽ ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയെ ഈ ടെൻഷൻ റിലീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏത് കാര്യങ്ങളും നമുക്ക് അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ കോർട്ടിസോൾ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ഉത്പാദിപ്പിക്കപ്പെടുക കൂടുതലായിട്ട്. അത് നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെ തന്നെ, കോർട്ടിസോളിന്റെ ലെവലൊക്കെ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ഓർത്തെടുക്കാനുള്ള കഴിവിനെ ബാധിക്കാം. പിന്നെ ആവശ്യമില്ലാതെ നമ്മുടെ അഡ്രിനാലിന്റെ അളവൊക്കെ കൂടാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ടെൻഷൻ അടിക്കുന്നതിലേക്കല്ല നമ്മളെ ഫോക്കസ് വേണ്ടത്, നമ്മുടെ പഠനത്തിലേക്ക് ഇഫക്റ്റീവായിട്ട് സമയത്ത് നമ്മുടെ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ദെൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളുക, അതൊന്നും പ്രശ്നമില്ല, പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒഴിവാക്കാതെ. പിന്നെ ഈ നോൺ വെജും അതുപോലെ എരിവുള്ള കൂടുതൽ സ്പൈസി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നന്നായി കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതെല്ലാം നമ്മുടെ പഠനത്തെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. സിമിലർലി ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങളുടെ പഠന മുറി അല്ലെങ്കിൽ പഠന ഏരിയ ചൂസ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത, നമുക്കറിയാം പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാൻ വളരെ എളുപ്പമാണ്. ഒരു സിനിമ കാണുമ്പോഴോ ഗെയിം കളിക്കുമ്പോഴോ നമുക്ക് ആ പ്രശ്നം വരില്ല. പക്ഷെ പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി തന്നെ നമ്മളൊരു ഏരിയ കണ്ടെത്തി പഠിക്കാനിരിക്കുക. അത് ക്ലോസ്ഡ് റൂമാണ്, നിർബന്ധമൊന്നുമില്ല. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, മൊബൈൽ ഫോണുകൾ നിങ്ങളുടെ റൂമിന്റെ പഠിക്കുന്നതിന്റെ പരിസരത്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ്, അല്ലെ? അത് നമ്മളെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ കവർന്നു കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ നന്നായി തീരുമാനിച്ച ശേഷം മാത്രം അത് ചെയ്യുക. ഈ മറ്റൊരൊറ്റ ഒരു കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരൊറ്റ കാര്യത്തെ കൂടെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടീച്ചറെ, എപ്പോഴാണ് പഠിക്കേണ്ടത്? രാത്രി പഠിച്ചാൽ കുഴപ്പമുണ്ടോ? രാവിലെ തന്നെ പഠിക്കണം ഉണ്ടോ? ഏത് സമയമാണ് പഠിക്കാൻ? ഇപ്പോ രാവിലെ പഠിച്ചാലൊക്കെ നമ്മുടെ ബ്രെയിൻ ഫ്രഷ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആളുകൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താണ്, ഇരുന്ന് ഉറക്കം തൂങ്ങി ഉറങ്ങി അങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ട്, അല്ലെ? അപ്പൊ അവർ ചിലപ്പോൾ രാത്രി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് ഇനിയിപ്പോ വീട്ടുകാർ നിർബന്ധിച്ചു, ടീച്ചേഴ്സ് നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് രാത്രി നേരത്തെ കിടന്നുറങ്ങിയപ്പോഴും രാവിലെ നേരത്തെ എണീറ്റോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് രാത്രി നേരത്തെ കയറി കിടന്നാൽ അവർക്ക് ഉറക്കം വരില്ല. സിമിലർലി രാവിലെ അവർ എണീറ്റിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മോർണിംഗ് ടൈപ്പ് ആണോ? മോർണിംഗ് ടൈപ്പ് ആണെങ്കിൽ ആ മോർണിംഗിൽ നേരത്തെ എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതി തന്നെ ഫോളോ ചെയ്യാം. മറ്റവരാണെങ്കിൽ നമുക്ക് ഗ്രാജുവലിയേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ എക്സാമിന്റെ സമയത്ത് ആ ഒരു രീതി മാറ്റണമെന്നൊന്നുമില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പഠിച്ചത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്കുള്ള സബ്ജക്ട്സുകൾ, ചില സബ്ജക്റ്റുകൾ നമ്മൾ ന്യൂമറിക്സ് ഒക്കെ വരുന്ന, ഫിസിക്സ്, മാത്സ്, അല്ലെ, പ്രോബ്ലംസ് ഒക്കെ വരുന്ന അങ്ങനെയൊക്കെയുള്ള സബ്ജക്ട് ഉണ്ടാവും. ചില സബ്ജക്ട് ഇപ്പൊ ബയോളജി അല്ലെങ്കിൽ അതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ സ്റ്റഡി സമയങ്ങളൊന്ന് പ്ലാൻ ചെയ്യാൻ. ഇപ്പോ നിങ്ങൾക്ക് ടഫ് സബ്ജക്റ്റ് ആണ്, ആ ടഫ് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു മോർണിംഗ് പീപ്പിൾ, അതായത് രാവിലെ നന്നായിട്ട്
പഠിക്കാൻ പറ്റുന്ന, നന്നായിട്ട് നേരത്തെ എണീറ്റ് നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഉഷാറായി പഠിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ടഫ് സബ്ജക്റ്റുകൾ എങ്ങോട്ട് മാറ്റിവെക്കുക, രാവിലെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോഴാണ് നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുക അല്ലെ. പിന്നെ ബയോളജി പോലുള്ള സബ്ജക്റ്റുകള് രാത്രി വായിച്ചാൽ നമുക്കത് മെമ്മറൈസ് ചെയ്യാണ് വേണ്ടതില്ല. അപ്പൊ നമ്മളത് വായിച്ചു പഠിച്ചു മനസ്സിലാക്കി നമ്മൾ കിടന്നുറങ്ങുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലൊക്കെ കയറി ലോങ് ടൈം മെമ്മറിയിലൊക്കെ എത്തി സ്റ്റോർ ചെയ്യാൻ, കൺസോൾട്ടേഷൻ പ്രോസസ്സിനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഡിഫിക്കൽട്ടി ലെവല് അല്ലെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് സ്റ്റഡി ടൈമുകൾ കൂടി നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അപ്പൊ എന്താ തന്നെയാണെങ്കിലും നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇനിയുള്ള ഈ ഒരു 1 മന്തിനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾക്ക് നല്ല ഒരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമസ്കാരം.